നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് ഒരുമാതിരി ഫ്ലാറ്റായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 13,300 ഇരിക്കുന്നത്. ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 12,200 വെള്ളി വന്നിട്ട് 240 എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വൽ പ്രൈസ് 220 ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. ഒരു വായന തൂക്കി പിടിച്ചാണ് വച്ചിരിക്കുന്നത്. 94.35 273.20 രാവിലൊക്കെ പോസിറ്റീവ് ആയിരുന്ന നിഫ്റ്റി ഇപ്പോൾ 100 പോയിൻ്റാണ് ഡൗണിലിരിക്കുന്നത്. ഇനിയെങ്കിലും 24,000 മുകളിൽ വയ്ക്കണമെന്നും മാർക്കറ്റിൽ ശ്രമിക്കുന്നു. ബാങ്ക് നിഫ്റ്റി വലുതായിട്ട് വിളുന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി വിളുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന് വന്നിട്ട് കോട്ടക് മഹീന്ദ്ര സിഒ വിട്ട് ഓടിപ്പോയി അശോക് ബാസ്വാനി. ഈ അശോക് ബാസ്വാനിയെ വിളിച്ചുകൊണ്ടുവന്ന കാരണം KVS മണിയണ്ടലും ഗോൾ വിട്ടു. ഇപ്പോൾ ശാന്തി ഏഹാംബരത്തിന് അടുത്ത CEO ആയിട്ട് ആക്കുമോ, അല്ലെങ്കിൽ പുറത്തിരുന്ന ആൾ വിളിച്ചുകൊണ്ട് വരുമോ എന്ന ഒരു ചോദ്യം ഇടയിലുണ്ട്. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള വലിയ പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം, HDFC ബാങ്കിൽ ഒരു ബൗൺസ് കിട്ടുമെന്ന് വിചാരിച്ചു. അതായത് ചെയർമാൻ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്നതായിട്ടും റീഗൽ റിവ്യൂ എല്ലാം നോക്കിയുണ്ട്. ശശിധർ ജഗദീഷിന് ഫ്രീ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് സംസാരിക്കുന്നു. അവരെടുത്ത് ഡെപ്പോസിറ്റ് ടു ലോൺ ഇഷ്യൂവിന് ശരി ചെയ്യാൻ പറ്റാത്ത കാരണം RBI അതിന് സമ്മതിക്കുമോ എന്ന ഒരു സംശയത്തിനെയും അവർ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് 2 ഹെവി വെഹിക്കിൾസും അടി കാരണം ഓവറോളായിട്ട് ബാങ്ക് നിഫ്റ്റി ഭയങ്കര അടിയാണ്. ആക്ച്വലി ഈ മാർക്കറ്റ് അമേരിക്കയിൽ തേഴ്സ്ഡേ വലുതായിട്ട് വീഴുന്നായിരുന്നു. പിന്നെ വെള്ളിയാഴ്ചയും കുറച്ച് ഇറങ്ങിയായിരുന്നു. ഫ്രൈഡേ മൊഹറം എന്ന കാരണം കൊണ്ട് നമ്മൾ എസ്കേപ്പായി. ആക്ച്വലി 100 പോയിന്റ് വിളുന്നത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു അനക്കാണ്. ഞാൻ സംസാരിക്കുമ്പോൾ മണി 2:20. ഇന്നും ഇറങ്ങാനും ഏറാനും ചാൻസസ് ഒരുപാടുണ്ട്. പ്രൈമറി ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതാണ്. ഫാർമ 1.6% ഏറിയിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡി ഏറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സിപ്ലൈം 2% ഏറിയിട്ടുണ്ട്. ഇൻഫാക്ട് റെഡ്ഡി കറക്റ്റാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തെന്ന് വെച്ചാൽ പുതു ഡ്രഗിന് വേണ്ടിയിട്ട് പ്ലാന്റിനെ നോക്കാൻ വന്നവരൊക്കെ 5-6 ഒബ്സർവേഷൻസ് പറഞ്ഞായിരുന്നു. ഇരുന്നും റെഡ്ഡി ഗില്ലി പോലെ ഏറി നിൽക്കുന്നു. റെഡ്ഡി ഒരു 5% ആൽമോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. തങ്കമയിൽ 4.2%, ആൽമോസ്റ്റ് 6,000 ടച്ച് ചെയ്തുകൊണ്ടാണ് താഴെ ഇറങ്ങിയിരിക്കുന്നു. പിന്നെ സിപ്ല 3%, പിന്നെ സൺഫാർമ 1.6, പിന്നെ സൈഡസ് ലൈഫ് സയൻസസ് 1.4. എന്തുകൊണ്ട് സൈഡസ് ലൈഫ് സയൻസസ് 1.4 കയറിയിരിക്കുന്നു എന്ന്, അതൊരു ശ്രീലങ്കയിൽ പുതിയതായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ നാക്കോയും 1.3 സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1.2, ടാറ്റ സ്റ്റീൽ 1.1, ടാറ്റ മോട്ടോർ പാസഞ്ചർ 1, ഇൻഡസൻ -1.1, M&M -1.3, മണപ്പുറം -1.3. ആക്ച്വലായിട്ട് നിങ്ങൾ ന്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോൾഡാണ് ഡോമിനേറ്റ് ചെയ്യുന്നു. ചില ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ ഗോൾഡ് അതിൻ്റെ അസറ്റ് ക്ലാസ്സിന് വിട്ടു എന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെയെന്ന് സംസാരിക്കുന്നു. വളരെ സിമ്പിൾ. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറാൻ പോകുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കയറുവാണെങ്കിൽ ഗോൾഡ് ഇറങ്ങും. എത്രയും ദൂരം വീഴുമെന്ന് വെച്ചാൽ 3,800 വരയ്ക്കും വീഴാൻ ചാൻസ് ഇരിക്കുന്നു. 2 പ്രാവശ്യത്തിന് മേലെ കയറ്റുവാണെങ്കിൽ ഡോളറിൽ 3,600 വീഴും. ഇത് കാരണം ഗോൾഡ് എല്ലാം പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ അത് വളരെ തെറ്റാണ്. 5.25 ആയെങ്കിൽ തിരികെ കട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് കയറും. അമേരിക്കയിൽ റിസഷൻ വരുവാണെങ്കിൽ തിരികെ റേറ്റ് കട്ട് ചെയ്യും. ആൾറെഡി പറയാൻ പോയാൽ ക്ലിയർ ആയത് അമേരിക്ക നോക്കി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ 50 ടൺ ഗോൾഡ് വിലയ്ക്ക് വന്നിരിക്കുന്നു. ഇന്ത്യർ ഗോൾഡ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ജി വളരെ കൊണ്ടാട്ടത്തിലാണ്. ജി കൊണ്ടാടുന്ന കാര്യമൊന്നുണ്ട്. കുരുവിയൊക്കെ ഓവർ ടൈം ജോലി ചെയ്ത് കാശിനകത്തെടുത്തോണ്ട് വരുന്നു. ഈ കുരുവിയുടെ കോൺട്രിബ്യൂഷൻ ഇന്നും കൂടുതലാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തോളം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആണ് അവർക്ക് ഈ വേദന മനസ്സിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേദനിച്ചാൽ തന്നെ അതിൻ്റെ അനുഭവം അറിയാൻ പറ്റും. FDA വന്നിട്ട് ഈ ടാക്സേ ഇല്ല ഇട്ടോന്ന് പറഞ്ഞ ഉടനെ $4 ബില്യൺ ഇത് വന്ന് ഗവൺമെൻറ് ബോണ്ടിൽ ഇട്ടിരിക്കുന്നു. അതിൽ പർട്ടിക്കുലറായിട്ട് 1.5 ബില്യൺ വന്ന് ഒരു പർട്ടിക്കുലർ കനാഡിയൻ ബിസിനസ് ഇത് ബാങ്ക്സ് ഇൻ ഇന്ത്യ അവർ ഇട്ടിരിക്കുന്നു. ഒരു ബാങ്കിനെ സ്വാപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നു. അയാളെ ബാങ്ക് ചെറിയ ബാങ്കാണ്. ആ ചെറിയ ബാങ്കിനെ കൊടുത്ത IDBI വാങ്ങണമെന്ന് അവർ വിചാരിക്കുന്നു. ഗവൺമെൻറ്റിനെ ഖുഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12,000 കോടി വാങ്ങിയിരിക്കുന്നു ഗവൺമെൻറ് ബോണ്ട്. SIP ലിങ്ക് മ്യൂച്വൽ ഫണ്ട്സ് കൂടുതൽ സെറ്റായി 40% ഓഫ് ടോട്ടൽ ഈക്വിറ്റി ഫണ്ടായിട്ട് മാറിയിരിക്കുന്നു. 100 രൂപ അസറ്റ് ഉണ്ടെങ്കിൽ 40 രൂപയ്ക്ക് മുകളിൽ ഈക്വിറ്റി ഫണ്ടായിരിക്കുന്നു. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മൂലം ഇരിക്കുന്നു എന്ന ഒരു ന്യൂസ് പറയുന്നു. ഇതൊക്കെയാണ് ഞങ്ങളും പറയുന്നു. സിസ്റ്റമാറ്റിക്കാണ് നിങ്ങൾ കാശ് ഇട്ടുന്നത് തന്നെ കാരുടെ വഴിയിൽ ഈസി എക്സിറ്റ് ആക്കാൻ വിടുന്നു. ഈസി ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് വന്ന് ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ ഫോമിൽ പുഷ് ചെയ്യുന്നു. ETC ഡിജിറ്റൽ സെയിൽസ്, അഗ്രികൾച്ചർ, ലൈഫ് സയൻസസ്, സസ്റ്റൈനബിൾ മെറ്റീരിയൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു.
ITCയുടെ പാക്കേജ് ഫുഡ്സിൽ ഫുഡ്സോ അല്ല, വെറും പാക്കറ്റ് ചെയ്ത് വിൽക്കുന്നല്ലേ. ഇത് സെയിൽ 20,000 കോടി കഴിഞ്ഞു പോകുന്നു. ട്രേഡേഴ്സ് വന്നിട്ട് $20 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ തുറക്കാതെ ശ്രീലങ്ക ബെറ്റർ പ്ലേസ് എന്ന് പറഞ്ഞ് ഈ ലങ്കയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഒരു മാനുഫാക്ചറിങ് ഫേം. ഈ ലങ്കയിലിരുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ബാക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ 10,000 പേരിൻ്റെ വാരയിനെ എടുത്തിരിക്കുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യൂറോപ്യൻ അമേരിക്കയിൽ വളരെ കൂടുതലായിട്ട് കുറയുന്നു. ഈ ഇന്നും അടുത്ത സ്റ്റേജിൽ കുറയും. വാർണിങ്സ് ഒക്കെ പോകുന്നു. ITC ഈസ് നോട്ട് അബൌട്ട് സിഗരറ്റ്സ്. അതിനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. GST അതോറിറ്റീസ് എന്ത് പറയുന്നു എന്നാൽ ടാറ്റ സ്റ്റീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫുഡിന് എന്ന് പറഞ്ഞ് ടാറ്റ സ്റ്റീൽ പറഞ്ഞത് കറക്റ്റ്, ടാക്സ് കെട്ടണ്ടെന്ന് പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആഫ്ഗൻ ഹൈക്കോർട്ടിൽ അപ്പീലിന് ചെന്നു GST അതോറിറ്റീസ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ അപ്പീലിന് ചെന്നാൽ കൂടെ 10% കാശ് കെട്ടിക്കൊണ്ടാണ് പോകണം. 10% കളക്ഷൻ ചെയ്ത് 2 വർഷം വച്ചിരിക്കാമെന്ന് ഇവരെ ഐഡിയ ആണ്. ഇതേറൊപ്പം ചൈനയും മാർക്കറ്റ് ഷെയർ വന്നിട്ട് പറഞ്ഞുകൊണ്ടേ പോകുന്നു. എന്നിട്ട് ഗ്ലോബൽ റിസപ്ഷൻ കാരണം അതിനെ വിയറ്റ്നാം നോക്കി ചെന്നുകൊണ്ടിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് പറയുന്നതെന്നാൽ ഞങ്ങൾ $1 ബില്യൺ വരയ്ക്കും FC തീർച്ചയായിട്ട് റീഡെപ്പോസിറ്റ് പിടിക്കും പറയുന്നു. FC ബാങ്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെയർമാൻ അപ്പോയിൻമെന്റ് ചെയ്യും. ഇത് ശേഷം CEO ഡിസ്കഷൻ നടക്കുമെന്നാണ് തോന്നുന്നു. കാരണം ശശി തരൂർ ജഗദീശന് വളരെ കൊണ്ടാട്ടം. കോർത്തക് മഹേന്ദ്ര വന്ന് പുതിയ CEOനെ തേടാൻ തുടങ്ങിയിരിക്കുന്നു. അശോക് മാസ്മണി ഓടിപ്പോയി വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. വന്നിട്ടൊരു വലിയ ഷോക്ക് ആൻഡ് സർപ്രൈസ് ആയിരിക്കുന്നു. മേയുടെ ഫേവറേറ്റ് സ്റ്റോക്സ് വന്ന് ഡെലിവേർഡ് മിസ്റ്റർ റിട്ടേൺസ് എന്ന് പറയുന്നു. കാരണം 53,000 കോടി ഔട്ട്ഫ്ലോസിന്റെ ശേഷം കൂടെ പ്രശ്നമില്ല എന്ന് പറയുന്നു. സ്റ്റോക്കിൽ മാത്രം ഇത്ര ചെയ്തിരിക്കുന്നു. എന്ത് പറയുന്നു എന്നാൽ ഡൊമസ്റ്റിക് കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിലിരുന്ന് 4% ഈ വർഷം ഗ്രോ ആകുമെന്ന് പറയുന്നു. ഇത് കാരണം എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് വലിയ പാടാണ്. ബജാജ് ഓട്ടോ വന്നിട്ട് സൈക്ലിക്കൽ ഗ്രോത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് EV സെയിൽസും ഗ്ലോബലായിട്ട് അവരുടെ ബ്രാൻഡിനെ എക്സ്പ്ലോയ് ചെയ്യുന്നതിൽ അവരെ ബെറ്റർ ഐഡിയ ആയിട്ട് അവർ വിചാരിക്കുന്നു. അടുത്ത് സിസിക്ക് വന്നിട്ട് മാർക്കറ്റ് ഷെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിനെ കുറച്ച് ഗെയിൻ ചെയ്യാനും CV ഡിമാൻഡ് വിചാരിക്കുന്നു. CV വലുതായിട്ട് ഒന്നുമില്ല. ഈ ജൂനിയർ റെൻഡേഴ്സൊക്കെ എന്ത് പറയുന്നു എന്നാൽ കമ്പനി ആകാശിനെ വാങ്ങിയല്ലേ, 30% ഇവർക്ക് ഡയറക്റ്റായി കൊടുക്കാൻ പറയുന്നു. സിറോദ എന്ത് പറയുന്നു എന്നാൽ അന്തിനം മർച്ചന്റ് ബാങ്കറായി ഞാൻ ഫുള്ളായിട്ട് ഒരു IPO നടത്താൻ അത്രയ്ക്കും എനിക്ക് സ്ട്രെങ്ത് ഇരിക്കുന്നു. ഈ മർച്ചന്റ് ബാങ്ക് ലൈസൻസ് വേണമെന്നും അതിന് പെട്ടെന്ന് തരാനും അവർ ചോദിച്ചിരിക്കുന്നു. മൊത്തത്തിൽ കാശിരിക്കുന്ന ആൾ ഒരുമാതിരി ചെയ്യുന്നു, കാശില്ലാത്ത ആൾ ഒരുപോലെ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലായിരിക്കും. അതായത് ഓൾഡ് ഗോൾഡിനെ വിറ്റുകൊണ്ട് പുതിയ ഗോൾഡ് വാങ്ങുന്നതായിട്ട് കിവിയിലെ ക്ലെയിം ചെയ്യുന്നു ബുധമാർ. ഈ 3/4 വർഷം ഓൾഡ് ഗോൾഡ് വിറ്റത് ജിങ്കറയിൽ വെച്ച് കാശ് കെട്ടാൻ പറ്റാതെ വിറ്റ ഗോൾഡാണ് പല. ഇത് സത്യത്തിലുള്ള ഓൾഡ് ഗോൾഡ് വിറ്റതായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ തന്നെ ഓൾഡ് ഗോൾഡ് ഉണ്ടായെങ്കിലും ഈ അപ്പൂപ്പൻ അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണത്തിന് കുറച്ച് വിറ്റ് മാറ്റിനേ അല്ലാതെ ഗോൾഡ് സെല്ലിംഗ് പേപ്പർ എംപ്ലോയ് ചെയ്യുന്നത് പോലെ ഇതിന് പ്ലാൻ ചെയ്ത് ഗോൾഡിനെ ഷോർട്ടറായിട്ട് ആരും അടിക്കുന്നില്ല. 1,000 രൂപ ടാക്സിന് ഏറ്റു നോക്കി കുറച്ച് 2,300 രൂപയ്ക്കുള്ള സത്യത്തിൻ്റെ വരയിൽ കൊടുക്കുവാണെങ്കിൽ സത്യത്തിൽ കാശില്ലെന്ന് പറയുന്നവർ ഇതിനെ വിൽക്കും. ആരെങ്കിലും 17,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിയവർ ഇത് വിൽക്കണമോ എന്ന് ചോദിച്ചാൽ വിൽക്കേണ്ട. കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഗോൾഡിനെ പ്ലെഡ്ജ് ചെയ്യാം, വിൽക്കേണ്ട. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിനെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.